നമസ്കാരം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ഹരഹര ശങ്കര ജയ ജയശങ്കര. ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ജന്മസ്ഥാനാണ് കാലടി. പ്രകൃതിരമണീയമായ വനപ്രദേശത്തിൻ്റെ പരിസരത്ത് കിടക്കുന്ന കാലടി പൂർണ്ണ നദിയുടെ കര. എല്ലാ നിലയിലും വളരെ മനോഹരമായ കാലടിയിലാണ് ജഗദ്ഗുരു ശങ്കരാചാര്യ ജനിച്ചത്. ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും പുത്രനായിട്ടാണ് ശ്രീ ശങ്കരൻ്റെ ജന്മം. വളരെ ആയതിനു ശേഷമാണ് ശ്രീശങ്കരൻ ജനിക്കുന്നത്. പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ കഴിച്ച ശിവഗുരുവിന് ശ്രീശങ്കരൻ എന്ന ആ ബുദ്ധിശാലിയായ മിടുമിടുക്കരായ കുട്ടി ജനിച്ചു. അതൊരു ഈശ്വര നിയോഗം പോലെ ആയിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞു വരുന്നതൊക്കെ അങ്ങനെയാണ്. സ്വപ്നത്തിൽ മഹാദേവനെ കണ്ടെന്നും മഹാദേവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സദ്ഗുണസമ്പന്നനായ ആയുസ് കുറവുള്ള ഒരു കുട്ടി ആണ് ശ്രീശങ്കരൻ. അങ്ങനെയുള്ള ആയുസ് കുറവുള്ള കുട്ടിയെയാണ് ശിവഗുരു പ്രതീക്ഷിച്ചത്. കാലടി തന്നെ ഗുരുകുല വിദ്യാഭ്യാസം കഴിച്ച് 8ാമത്തെ വയസ്സിൽ അവിടെ പരിവ്രാജകരായി വന്ന സന്യാസിമാരെയൊക്കെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്ത ശങ്കരൻ സന്യാസം എന്നുള്ള ഒരു സങ്കല്പം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എങ്ങനെയോ വന്നു. അതുകൊണ്ട് അമ്മയോട് ചോദിച്ചു, എനിക്ക് ഞാൻ സന്യാസിയാകട്ടെ എന്ന്. അമ്മയ്ക്ക് കേട്ട് മാത്രമേ തന്നെ സങ്കടം തോന്നി. ആ സമയത്തേക്ക് അച്ഛൻ്റെ വിയോഗവും ഉണ്ടായി. എനിക്കാരാണ് ഉള്ളത് എന്നുള്ള ദുഃഖത്തോടു കൂടിയുള്ള അമ്മയുടെ ചോദ്യം. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം കുളിക്കാൻ പൂർണ്ണാനദിയിൽ പോയ കുട്ടി അമ്മ കരയ്ക്കിരിക്കുന്നു, ശങ്കരൻ കുളിക്കുന്നു. പെട്ടെന്ന് കാലിലൊരു മുതല കടിച്ചു. ശങ്കരൻ കരഞ്ഞു. നിസ്സഹായയായ അമ്മയും കരഞ്ഞു. കാരണം അന്ന് അതുപോലെ കരഞ്ഞാലൊന്നും ഓടി വരാൻ ആൾക്കാരും ഇല്ല. അപ്പോൾ ശങ്കരൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, സന്യാസിയാകാൻ സമ്മതിച്ചാൽ ചിലപ്പോൾ മുതല വിട്ടെങ്കിലോ എന്നൊരു ചോദ്യം. പെട്ടെന്ന് അമ്മയുടെ മനസ്സിലൊരു തോന്നൽ വന്നു, മുതല പിടിച്ചാൽ കുട്ടി മരിക്കും, എനിക്ക് സന്യാസിയായി കാണാമല്ലോ, ജീവനുണ്ടാവുമല്ലോ. അതുകൊണ്ട് സമ്മതം മൂളി. അതാണ് സന്യാസം സ്വീകരിക്കാനുള്ള ഒരു നിമിത്തം എന്ന നിലയിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആ തീരുമാനമെടുത്തു. 8ാമത്തെ വയസ്സിൽ തൻ്റെ ഗുരുവിനെ തേടി ശ്രീശങ്കരൻ യാത്രയായി. അങ്ങ് മധ്യപ്രദേശിലുള്ള ഓങ്കാരേശ്വരം ക്ഷേത്രം പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. ആ ഓങ്കാരേശ്വരത്തിൻ്റെ പിന്നിലുള്ള ഒരു മലയുടെ ഒരു ഗുഹയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെയോ ഈ സന്യാസിമാരിൽ നിന്നും ശ്രീശങ്കരൻ ഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഗുരുവിനെ തേടി ആ ഗുഹയുടെ വാതിക്കലെത്തി, കവാടത്തിലെത്തി. ശബ്ദം കേട്ട് ഗുരു അകത്തുനിന്ന് ചോദിച്ചു, ആരാണ്? കുട്ടി പറഞ്ഞു, ഞാൻ വായുവല്ല, ദേഹമല്ല, ഭൂമിയല്ല, ജലമല്ല, ശിവോഹം ശിവോഹം, ഞാൻ ശിവനാണ്, ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു. ഗുരുവിന് സന്തോഷമായി. ശിഷ്യനായി സ്വീകരിച്ചു. 16 വയസ്സ് വരെ അവിടെ പഠനം തുടർന്നു. അതിനുശേഷം ഗുരുവിൻ്റെ നിയോഗമനുസരിച്ച് കാശിയിലേക്ക് പോയി. അവിടെ വലിയ പണ്ഡിതന്മാർ, സന്യാസശ്രേഷ്ഠന്മാർ, ആചാര്യന്മാർ വേദങ്ങളെപ്പറ്റി ഉപനിഷത്തുകളെപ്പറ്റിയൊക്കെ സംവദിക്കുന്ന സ്ഥലമാണ്. ആ പണ്ഡിത ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് കൂടുതൽ അറിവ് നേടിയ ശ്രീശങ്കരൻ ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുകൾക്കും ഉള്ള ഭാഷ്യം രചിക്കുകയും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യം രചിക്കുകയും അങ്ങനെ കൂടുതൽ അറിവ് നേടി ഭാരതത്തിന് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. 4 മഠങ്ങൾ സ്ഥാപിച്ചു. ശൃംഗേരി, ദ്വാരക, പുരി, ബദരി തുടങ്ങിയ 4 മഠങ്ങൾ. 4 മഠങ്ങളിലും 4 വേദങ്ങളെ പ്രതിഷ്ഠിച്ചു.
സന്യാസി സമ്പ്രദായത്തിന് രൂപം കൊടുത്തു. ദശനാമി സന്യാസി സമ്പ്രദായം. ആ രീതിയിൽ മുഴുവൻ ഭാരതത്തിന് ചുറ്റി സഞ്ചരിച്ച് നമ്മൾ ഇന്ന് കാണുന്ന ഈ സനാതന ധർമ്മത്തെ പുഷ്ടിപ്പെടുത്തിയ ആചാര്യനാണ് ശ്രീ ശങ്കരൻ. ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ കാലത്ത് മറ്റ് മതചിന്തകളും ആരാധനാ സമ്പ്രദായങ്ങളും വളരെയേറെ വളർന്നിരുന്നു. ഹിന്ദു ധർമ്മത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടായ ബുദ്ധമതം അത് ശൂന്യവാദത്തിലേക്ക് പോവുകയും അത് പിന്നീട് അധപ്പതിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാ തരത്തിലും വേദനിഷിദ്ധമായൊരു സാഹചര്യത്തിലാണ് ശ്രീശങ്കരൻ്റെ യാത്രയും പരിശ്രമവും നടന്നത്. പല ധാരാളം തരത്തിലുള്ള പ്രവർത്തനം ശൈലികൾ ഇവിടെ രൂപം കൊണ്ടു. കാപാലികന്മാർ തുടങ്ങിയ പല മതവിഭാഗങ്ങൾ, അതുപോലെ ആചാരങ്ങളിലൊക്കെ വ്യത്യസ്തമായ രീതികളുള്ള ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള എല്ലാവരുമായിട്ട് സംവദിച്ച് അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ച ആചാര്യനാണ് ജഗദ്ഗുരു ശങ്കരാചാര്യൻ. അറിവ്, ജ്ഞാനം, ആ രീതിയിൽ വാദിച്ച് അവരുടെ സംശയങ്ങളൊക്കെ ഇല്ലാതാക്കി പൂർണ്ണമായും അദ്വൈത സിദ്ധാന്തത്തിലേക്ക് അവരെ ആകർഷിച്ച് മുഴുവൻ ഭാരതത്തിലും വലിയൊരു അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ശക്തി രൂപം കൊണ്ടു. താൻ പിന്നീട് ഉള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇന്ന് നമ്മൾ കാണുന്ന, ഇന്നും അറിയപ്പെടുന്ന മഹാക്ഷേത്രങ്ങളിലെല്ലാം പൂജാ സമ്പ്രദായങ്ങളിൽ വ്യവസ്ഥ ചെയ്തു. ഇന്നും ഗുരുവായൂരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വടക്കുംനാഥൻ ക്ഷേത്രത്തിലും എല്ലാം ഉള്ള പൂജാ വ്യവസ്ഥ ജഗദ്ഗുരു ശങ്കരാചാര്യ രൂപം കൊടുത്തതാണ്. അമ്മ സന്യാസം സ്വീകരിച്ച് പോകുമ്പോൾ അമ്മയുടെ ദുഃഖം കണ്ടപ്പം ശങ്കരനൊരു വാക്ക് കൊടുത്തിരുന്നു. അമ്മ എപ്പോഴാണോ എന്നെ സ്മരിക്കുന്നത്, അമ്മയ്ക്ക് ആപത്ത് വരുന്ന സമയത്ത്, വയ്യായ്ക വരുന്ന സമയത്ത് ഞാൻ അവിടെ എത്തും. ആ അമ്മയുടെ അസുഖം വയ്യായ്ക വന്നപ്പോൾ ശ്രീശങ്കരൻ വിവരം അറിയുകയും അമ്മയുടെ സന്നിധിയിലെത്തുകയും അമ്മയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഓരോ കീർത്തനങ്ങൾ ചൊല്ലി അമ്മ പറഞ്ഞ കീർത്തനങ്ങൾ ചൊല്ലി ശ്രീശങ്കരൻ അമ്മയെ ആശ്വസിച്ചുകൊണ്ടിരുന്നു. അവസാനം അമ്മ ശ്രീകൃഷ്ണനെ പറ്റിയും കീർത്തനങ്ങൾ ആലപിക്കാൻ പറഞ്ഞു. അച്യുതം കേശവം തുടങ്ങിയ കീർത്തനങ്ങൾ. അങ്ങനെ ആ കീർത്തനങ്ങൾ ആലപിച്ച് അമ്മയത് കേട്ട് അമ്മയുടെ ദേഹം വെടിഞ്ഞു. പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അന്ന് കാലടിയിലെ ചുറ്റുപാടുള്ള ആൾക്കാർ ഈ അമ്മയെ സംസ്കരിക്കാനൊന്നും കൂടെ വന്നില്ല, സഹായിച്ചില്ല. അതിൻ്റെ വിഷമങ്ങളുണ്ടായി. അദ്ദേഹം ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തു. അങ്ങനെ ധാരാളം ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞു വരും. ഏതായാലും ഭാരതം മുഴുവൻ ഇന്ന് നമ്മൾ കാണുന്ന ഈ സനാതന ധർമ്മത്തെ ശക്തിപ്പെടുത്തിയ ആചാര്യനാണ് ജഗദ്ഗുരു ശങ്കരാചാര്യൻ. ധാരാളം കൃതികളിലൂടെ നമ്മുടെ വേദശാഖയെ, നമ്മുടെ അദ്വൈത സിദ്ധാന്തത്തെ പ്രചരിപ്പിച്ച ആ ജഗദ്ഗുരു ശങ്കരാചാര്യൻ ഭാരതത്തിൻ്റെ ഏകതയ്ക്ക് വലിയ സംഭാവന നൽകിയ ആളാണ് ജഗദ്ഗുരു ശങ്കരാചാര്യൻ. കേരളം ഒഴിച്ച് ബാക്കി മുഴുവൻ ഭാരതത്തിനും ശ്രീശങ്കരനെ വളരെ ഭക്തിയോടെ കാണുകയും ആരാധിക്കുകയും ചെയ്യും. നിർഭാഗ്യവശാൽ കേരളം നേരെ വിപരീതമായ രീതിയിലുള്ള ആശയങ്ങളാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെ ജാതി ഉച്ചനീചത്വങ്ങൾക്കൊക്കെ പ്രോത്സാഹനം കൊടുത്ത ആളെന്ന രീതിയിൽ പ്രചരിപ്പിച്ച് കേരളത്തിൻ്റെ ജനതയെ വഴിതെറ്റിച്ച നിരീശ്വരവാദികളും അതേപോലുള്ള ആശയക്കാരും സാഹിത്യകാരന്മാരും ഒക്കെ അവരുടെ കൃതികളിലൂടെയൊക്കെ ശ്രീശങ്കരനെ അങ്ങേയറ്റം മോശമായ രീതിയിൽ ചിത്രീകരിച്ചു. അതുകൊണ്ട് നമുക്കും നമ്മുടെ തലമുറകൾക്കും ജഗദ്ഗുരു ശങ്കരാചാര്യരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ശ്രീശങ്കരൻ കേരളത്തിലെ ജനങ്ങൾക്ക്, പുതിയ തലമുറയ്ക്ക് അന്യൻ ആയിപ്പോയി. പാഠപുസ്തകങ്ങളിൽ പോലും പരാമർശനങ്ങളില്ല. ഏതായാലും കാലടിയിലെ ഈ മഹത്തായ ശ്രീശങ്കരൻ്റെ ജന്മം കൊണ്ട് പരിപാവനമായ ഈ കാലടിയിൽ ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ജയന്തി ആഘോഷിച്ചത്
ആദ്യം ആഗമാനന്ദ സ്വാമിയാണ്. ആഗമാനന്ദ സ്വാമി കാലടിയിൽ വന്ന് അവിടുത്തെ അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കി. നമുക്കറിയാം, കാലടിയിലെ രാമകൃഷ്ണാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി ശങ്കര ജയന്തി ആഘോഷിക്കുകയും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. കുറേ കാലം അങ്ങനെ ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം ആശ്രമങ്ങളിലും ശൃംഗേരി മഠത്തിലുമൊക്കെ ഇതൊക്കെ നടക്കാറുണ്ടെങ്കിലും ഒരു ജനകീയമായ രീതിയിൽ സമാജത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സാർവജനിക് ജയന്തി ആഘോഷം എന്ന തരത്തിൽ പരിശ്രമിച്ച് 2004 മുതൽ ശങ്കര ജയന്തി ആഘോഷിച്ചു വരികയാണ്. പരമേശ്വരിയെ പോലുള്ള ആൾക്കാരുടെ ആഗ്രഹവും അതേപോലെ മാർഗനിർദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ 2004 മുതൽ ഈ ശങ്കര ജയന്തി ആചരിച്ചു വരുന്നത്. ആദിശങ്കര ജന്മ ദേശവികസന സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ശങ്കര ജയന്തി നടക്കുന്നത്. കുട്ടികൾക്കുള്ള മത്സരങ്ങൾ, അതേപോലെ ഗ്രാമപരിക്രമ, മറ്റ് പല സ്ഥലങ്ങളിലും ശ്രീശങ്കരനെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പല പ്രദേശങ്ങളിൽ ഇന്ന് ഈ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. കാലടിയിൽ 19-ാം തീയതി വൈകുന്നേരം ഭജന, 20-ാം തീയതി വൈകുന്നേരം ഒരു പ്രഭാഷണം, 21-ാം തീയതി രാവിലെ ശൃംഗേരി മഠത്തിൽ വെച്ച് സന്യാസി സംഗമം. സന്യാസി സംഗമത്തിന് മിക്കവാറും എല്ലാ വർഷവും കേരളത്തിലെ മിക്കവാറും എല്ലാ ആശ്രമങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. സന്യാസി സംഗമം. അതിനുശേഷം 2 മണിക്ക് കാഞ്ചി സ്തൂപത്തിൻ്റെ അടുത്തുള്ള പന്തലിൽ 500 പേരുടെ നാരായണീയ പാരായണം നിശ്ചയിച്ചിട്ടുണ്ട്. അഖിലഭാരത നാരായണീയ പാരായണ ആഘോഷ സമിതി എറണാകുളം ജില്ലയുടെ ആഭിമുഖ്യത്തിലാണത്. ഒരു 3:15 നൃത്തശില്പം. 4 മണിക്ക് സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും. സ്വാഗത സംഘത്തിൻ്റെ അധ്യക്ഷനായ ഷിപ്പ്യാർഡിന് മുൻ ചെയർമാനും MD ഒക്കെ ആയിരുന്ന മധു എസ് നായർ ആണ് അധ്യക്ഷൻ. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ശ്രീശങ്കര സന്ദേശം നൽകുന്നത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായ അഡ്വക്കേറ്റ് അലോക് ജിയാണ്. അദ്ദേഹം 20-ാം തീയതി തന്നെ കാലടിയിലെത്തും. 4 മണിക്ക് തുടങ്ങുന്ന സാംസ്കാരിക സമ്മേളനം 5 മണിക്ക് അവസാനിക്കുകയും 5 മണിക്ക് മഹാപരിക്രമ ആരംഭിക്കും. നമ്മുടെ കേരളത്തിൻ്റെ മിക്കവാറും പ്രദേശങ്ങളിൽ നിന്ന് വാഹനങ്ങളിലായിട്ടും അല്ലാതെയും എത്തുന്ന ധാരാളം ഭക്തന്മാർ കാലടി ഈ ഒരു ശ്രീശങ്കരൻ്റെ ജന്മസ്ഥാനെ ഒരു പുണ്യഭൂമിയായി കണ്ട് അതേ ഭക്തിയോടുകൂടി എത്തുന്ന ഈ ഭക്തന്മാർ മഹാപരിക്രമയിൽ പങ്കാളികളാവും. പഞ്ചവാദ്യവും അതേപോലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വവും വിവിധ സാമുദായിക സംഘടനകളുടെ ഭാരവാഹികൾ അവരെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു സംഖ്യ പങ്കെടുക്കുന്ന ആ മഹാപരിക്രമ സ്തൂപത്തിൽ നിന്ന് ആരംഭിച്ച് കാലടി ജംഗ്ഷൻ, രാമകൃഷ്ണാശ്രമം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ശൃംഗേരി മഠം, ഇതെല്ലാം കഴിഞ്ഞ് മുതലക്കടവിൽ അവസാനിക്കും. ചരിത്രപരമായി മുതലക്കടവിൻ്റെ പ്രാധാന്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ശ്രീശങ്കരൻ്റെ കാലിൽ മുതല പിടിച്ച സംഭവം. അതുകൊണ്ട് മുതലക്കടവ് സ്നാനം ഒരു പവിത്രമായിട്ട് കണക്കാക്കുന്നു. ആ സ്നാനത്തിന് മുമ്പ് ഒരു നദീപൂജ, പൂർണ്ണ നദീ പൂജ, തന്ത്രവിദ്യാപീഠത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള തന്ത്രി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മറ്റു പല അറിയപ്പെടുന്ന തന്ത്രിമാർ ഈ സന്ദർഭത്തിൽ ആ പൂജാ പരിപാടിയിലുണ്ടാവും. അതിനുശേഷം നദീ പൂജ, ആരതി നടക്കും. ആ ആരതിയിലും പ്രഗത്ഭന്മാരായ വിവിധ തരത്തിലുള്ള ആചാര്യന്മാർ പങ്കെടുക്കും. നദീപൂജ കഴിഞ്ഞ് ദീപങ്ങൾ നദിയിലേക്ക് ഒഴുക്കും. അതിനുശേഷം സ്നാനം ചെയ്യാത്തവർ പ്രോക്ഷണം ചെയ്യും. അങ്ങനെ ഭക്തിയോടുകൂടി നമ്മുടെ ശങ്കരാചാര്യ ജയന്തിയുടെ ആഘോഷങ്ങൾ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി അവസാനിക്കും. ഇതിന്
ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളങ്ങളും പല ജില്ലകളിൽ ഇതിനോടനുബന്ധിച്ച് കാര്യക്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ പറയാവുന്നത്, സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാർ, വനവാസി സഹോദരന്മാർ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മറ്റ് സമൂഹങ്ങളിൽപ്പെട്ട ആൾക്കാർ, ഒരു ഭേദവ്യത്യാസം ഇല്ലാതെ ഹരഹര ശങ്കര ജയ ജയ ശങ്കര എന്ന് നാമം ജപിച്ചുകൊണ്ട് ഭജന പാടിക്കൊണ്ട് ഈ പരിക്രമയിൽ സന്തോഷത്തോടെ പങ്കെടുക്കുന്നു. ഈ സന്ദേശം, ശ്രീശങ്കരൻ്റെ സന്ദേശം, അറിവിൻ്റെ സന്ദേശം ഗ്രാമങ്ങളിലേക്കും വ്യക്തികളിലേക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അങ്ങനെ അതെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലടിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം ഗ്രഹയോഗങ്ങൾ നടന്നു. പുതിയ പുതിയ അനുഭവങ്ങൾ ധാരാളം പേർക്കുണ്ട്. ഇതൊരു വലിയൊരു ആഘോഷമായി, ഒരു തീർത്ഥാടനമായി മാറാനുള്ള ആ ഒരു സാഹചര്യം ഇന്ന് രൂപം കൊണ്ടിട്ടുണ്ട്. ഒരിക്കലും തൃശ്ശൂർ പേരൂര് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആ മൈതാനത്ത് നിന്ന് ഒരു സ്വിറ്റ്സർലൻഡുകാരനൊരു സന്യാസി സംസാരിക്കുകയാണ്. അദ്ദേഹം 3-4 കീർത്തനങ്ങളൊക്കെ പാടി അതിന് ശേഷം അദ്ദേഹം സംഭാഷണത്തിൻ്റെ മധ്യേ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലുള്ളത് ശ്രീശങ്കരനാണ് എന്ന് പറഞ്ഞു. സ്വിറ്റ്സർലൻഡുകാരനാണ്. അതേപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സുകുമാർ അഴീക്കോട് അന്തരിക്കുന്നതിന് മുമ്പ് അങ്കമാലിയിലൊരു ഹോൾ പ്രോഗ്രാം, അതിൽ ശ്രീശങ്കരനെ പറ്റിയുള്ള ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തി. സുകുമാർ അഴീക്കോട് പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഈ ജാതി സമ്പ്രദായത്തെ അനുകൂലിച്ച ആളല്ലേ ശങ്കരാചാര്യർ? സുകുമാർ അഴീക്കോട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ജഗദ്ഗുരു ശങ്കരാചാര്യർക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയില്ല. എല്ലാം രണ്ടല്ല ഒന്ന് തന്നെയാണ്. ആ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആചാര്യന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണതൊക്കെ. അപ്പോൾ ആ നിലയിലൊക്കെ ചിന്തിക്കുമ്പം നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഐക്യവും ഏകതയും അതേപോലെ സമരസതാ മനോഭാവവും ജാതിയും ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്നു. അതെല്ലാം ആചാര്യന്മാരും പരിവർത്തന പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുടെയും പരിശ്രമഫലമായി നല്ലൊരു മാറ്റം വന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് പുതിയ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളും ശൈലികളും വീണ്ടും വീണ്ടും ജനങ്ങളെ ജാതിപരമായി വിഭജിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനെല്ലാം ഒരു പരിഹാരമെന്ന നിലയിൽ ധർമ്മചിന്തയോടുകൂടി ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിവ്, ജ്ഞാനം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതിൻ്റെ എല്ലാം ശ്രേഷ്ഠമായ സന്ദേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോ ശങ്കര ജയന്തിയും ശ്രീശങ്കരനെ പറ്റിയുള്ള ചിന്തയും നമുക്ക് പ്രേരണ നൽകും. ഭാരതത്തിൻ്റെ ഭാവിക്ക്, ഭാരതത്തിന് മാത്രമല്ല ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരാളാണ് ശ്രീശങ്കരൻ. ആ ശ്രീശങ്കരൻ്റെ ചരിത്രവും അതേപോലെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാമകൃഷ്ണാശ്രമത്തിലെ സ്വാമിജി പറഞ്ഞു, ശ്രീശങ്കരൻ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ഒരാശയം ബോധം, കോൺഷ്യസ്നസ്. ആ ബോധത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെത് ശാസ്ത്രീയമാണ്. ഈ തരത്തിലുള്ള ധാരാളം വ്യാഖ്യാനങ്ങളും എല്ലാം ഇന്ന് പല തരങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ ജഗദ്ഗുരു ശങ്കരാചാര്യ ജയന്തി നമ്മൾ ആഘോഷിക്കുന്നതോടൊപ്പം നമ്മുടെ തലമുറകളിലേക്ക്, ഇളം തലമുറകളിലേക്ക് ഈ ശങ്കര സന്ദേശം എത്തുകയും ലോകത്തിൻ്റെ ഗുരുസ്ഥാനം ഭാരതത്തിന് പണ്ടുണ്ടായിരുന്നു, അതേ ഗുരുസ്ഥാനത്തേക്ക് വീണ്ടും ഭാരതം മുന്നേറുകയാണ്. അതിൽ ഏത് സമയത്തും നമ്മുടെ എല്ലാ മനസ്സിലും അതേപോലെ നമ്മുടെ ചരിത്രത്തിലും സംസ്കാരത്തിനും ഒക്കെ തെളിഞ്ഞ് കാണുന്ന ഒരു ജീവിതമാണ് ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ. പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പാടിയതുപോലെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അതൊരിക്കലും മറക്കാതെ എത്രയോ ആൾക്കാർ തലമുറയായിട്ട് അങ്ങനെ പാടുകയാണ്. അതുപോലെ ശ്രീകൃഷ്ണനെ പറ്റി എത്രയോ കൃതികൾ, എത്രയോ സംസ്കൃത ഗ്രന്ഥങ്ങൾ ആ തരത്തിലുള്ള ഈ ഗുരുവിനെ, വിശ്വഗുരുവിനെ സ്മരിച്ചുകൊണ്ട്
നമുക്ക് നമ്മുടെ ശങ്കര ജയന്തി ആഘോഷം ഭംഗിയാക്കാൻ ശ്രമിക്കാം. നമസ്കാരം.